ഈ സർവീസിൽ ഇരിക്കുന്ന IAS-കാരും സർവീസിൽ നിന്ന് വിരമിച്ച IAS-കാരും ഒക്കെ ഇപ്പോൾ LDF-നെതിരെയും പിണറായി വിജയനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പ്രശാന്ത് IAS, അതുപോലെ വന്ന് അശോകിനെ ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. ഇത് IAS-നകത്ത് ഇത്തരത്തിലൊരു അമർഷം ഉണ്ടാകുന്നത് തന്നെ എന്തുകൊണ്ടാണ്? സിവിൽ സർവീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ആവശ്യമായ അടിയന്തര നടപടികൾ പെട്ടെന്നെടുത്ത് സർക്കാരിന് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു എഞ്ചിനാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത്. അതാണ് ഭരണകൂടം എന്ന് പറയുന്നത്. ഇതൊരു ഭരണയന്ത്രമാണ്. ഈ ഭരണയന്ത്രം നേരെ ചലിപ്പിക്കണമെങ്കിൽ ഈ സിവിൽ സർവീസ് ഓഫീസർമാർ വേണം. പക്ഷേ ഇവരെ കുത്തഴിഞ്ഞ രീതിയിൽ ആക്കിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരാണ്. ഇതിപ്പോൾ തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു 1987 അവസാനമായിട്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മന്ത്രിസഭ വന്നു. അതിനുശേഷം വന്ന പല മന്ത്രിസഭ, EK നായനാരുടെ മന്ത്രിസഭയായിരുന്നു അത്. അതിനുശേഷം EK നായനാരുടെ മന്ത്രിസഭകൾക്ക് പോലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പലതും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം അന്ന് മുതലാണ് ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും അതുപോലത്തെ സാധനങ്ങളിലേക്കും വരുന്നത്. അതിന് മുമ്പ് വരെ പൊതുവേ സെക്രട്ടേറിയറ്റിലൊക്കെ ഒരു നന്നായിട്ട് പ്രവർത്തിക്കുന്നവരെ, വകുപ്പിനെ കുറിച്ചോ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ അറിയാവുന്നവരെ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്നവരെയൊക്കെയാണ്, വെളിയിൽ നിന്നുള്ള എക്സ്പേർട്ടുകളെയൊക്കെയാണ് അവർ പ്രൈവറ്റ് സെക്രട്ടറിമാരായും പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചിരുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെയാണ് ഈ സർവീസ് സംഘടനകളുടെ, ഇടത് സർവീസ് സംഘടനകളുടെ നേതാക്കളെ ഒക്കെ പിടിച്ച് പ്രൈവറ്റ് സെക്രട്ടറിമാരും മറ്റു പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് തുടങ്ങിയത്. ഇത് തുടങ്ങിയപ്പോൾ മുതലേ ഈ ഒരു കുഴപ്പം സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു. IAS ഉദ്യോഗസ്ഥന്മാരെ വകവെക്കേണ്ട എന്നൊരു രീതി അവിടെ വന്നു. അപ്പം തന്നെ അവർ അസ്വസ്ഥരാണ്. കാരണം ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ വലുതാണ്. DGPയുടെ മേശക്കടിച്ചുകൊണ്ട് സംസാരിക്കുന്ന കോൺസ്റ്റബിൾ വരുന്ന അവസ്ഥയാണ് ഇപ്പം ഇന്നുള്ളത്. അവിടെയും പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് വലിയ തോതിൽ IPS IAS ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അവരിതിനെ പലരും ഇതങ്ങ് കണ്ടില്ല എന്നടിച്ചിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവരവരുടെ വഴിക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട്. IAS-കാരിൽ ചെറു വിഭാഗം. വേറൊരു വിഭാഗം ഉണ്ടല്ലോ, ഇതാണ് അവസരം, നമുക്കൊന്നും മിണ്ടണ്ട, രാവിലെ വരുന്ന ഫയലുകളിൽ ഒപ്പിട്ടേച്ച് സ്ഥലം വിടുക എന്ന് പറയുന്ന, അങ്ങനെ വിചാരിക്കുന്ന ചിലരുമുണ്ട്. പിന്നെ ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞ് ഏതെങ്കിലും സർവേ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മനുഷ്യന് ദൈനംദിനമായി പ്രയോജനമില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലോ കൊണ്ടും തട്ടുന്നവരെ അവിടെ ഇരുന്ന് എന്നാൽ അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിയിട്ട് ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ പോകാം, വീട്ടിൽ ചെന്ന് പിള്ളേരെ കളിപ്പിച്ചും ഭാര്യയും കൊണ്ട് ടൂർ പോയും വെളിയിൽ ഷോപ്പിങ്ങിന് പോയൊക്കെ കഴിയാമെന്ന് വിചാരിച്ച് പോകുന്ന IAS ഓഫീസർമാരും ഉണ്ട്. എന്നാൽ ചിലർക്ക് ഇത് വലിയ വിഷമാവും. അത്തരത്തിലുള്ള ആളുകളാണ് ഈ നമ്മൾ പിക്ചറിൽ കാണുന്നത്. ഇപ്പോൾ വി അശോകനെ പോലുള്ളവർ, പ്രശാന്തിനെ പോലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ബിജു പ്രഭാകരനെ പോലുള്ളവരൊക്കെ പലപ്പോഴും തലമുഖം, ബിജു പ്രഭാകർ പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം കാര്യങ്ങൾ വിമർശിച്ച് പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ ഇവരെ പോലുള്ളവർ സർവീസ് ഇരുന്നുകൊണ്ട് വിമർശിക്കാൻ തുടങ്ങി. അതിനൊരു കാര്യം, ഈ സർവീസ് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്തും പറയാം, പൊളിറ്റിക്സ് പറയാം. ഇടതു സംഘടനകളുടെ നേതാക്കൾക്ക് എന്തെല്ലാം പറയാറുണ്ട്, എല്ലാം പത്രസമ്മേളനം നടത്തി പറയാറില്ലേ. അപ്പോൾ എന്തുകൊണ്ട് IAS-ൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു സർവീസ് സംഘടനാ നേതാവിന് പറഞ്ഞുകൂടാന്ന് ബി അശോക് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് ആരാണ് വഴിയുണ്ടാക്കി കൊടുക്കുന്നത്? അതായത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് IAS-കാർ IPS-കാർ മാത്രമല്ല, ആ സർവീസിലുള്ള മുഴുവൻ പേരും സിവിൽ സർവൻസ് ആണ്. പിയൂൺ വരെ സിവിൽ സർവൻ്റാണ്, സൂപ്പർ വരെ സിവിൽ സർവൻ്റാണ്. അതിനെ ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ പ്രവർത്തനം വെറും സർക്കാരിൻ്റെ പണിയെടുക്കൽ മാത്രമാക്കി നിർത്താൻ ഇടതുപക്ഷ സംഘടനകൾക്ക്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കേരളത്തിന് വന്ന അപജയം. ഇതാണ് കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. കാരണം എല്ലാം പാർട്ടി ഗ്രാമങ്ങളാക്കി ഓഫീസുകളെ മാറ്റിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിനകത്തൊരു വിഭാഗം, ആ വിഭാഗം എന്ന് പറയുന്നത് ഇടത് സംഘടനകളുടെ നേതാക്കളുടെ ഒരു വിഭാഗമാണ്. എല്ലാ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനിലും എല്ലാ ജില്ലാ ഓഫീസിലും ഇതുപോലത്തെ ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നു. അവരാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 80-ന് 1987 അല്ലെങ്കിൽ 92 വരെ ആ മന്ത്രിസഭ ഇരുന്ന പേരുടെ കൂട്ടിക്കും. അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു 92 വരെ, 1992 വരെ കേരളത്തിലെ അഡ്മിനിസ്ട്രേഷനിൽ ഈ ട്രേഡ് യൂണിയൻ ഇടപെട്ട ചരിത്രമില്ല. അവർ പറയുന്നത് എന്താ, ഞങ്ങളുടെ ശമ്പളം കൂട്ടിത്തരണം, ഞങ്ങളുടെ DA കൃത്യമായിട്ട് തരണം,
പിന്നെ ട്രാൻസ്ഫറിന് നോംസ് ഉണ്ടാക്കണം, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം നേരെ തിരിഞ്ഞു, ട്രാൻസ്ഫറിന് നോംസ് പാടില്ല എന്നാണ് സംഘടന പറയുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഇയാൾക്ക് അവിടെ മന്ത്രിയുടെ ഓഫീസിൽ പോയി പറഞ്ഞിട്ട് അവൻ പിന്നെ കോൺഗ്രസിൻ്റെ ആളാണ്, അവൻ ലീഗിൻ്റെ ആളാണ്, അല്ലെങ്കിൽ BJP ആണ്, അവനെ തട്ടിയേക്ക് എന്ന് പറയുന്ന സങ്കുചിത രാഷ്ട്രീയം ഇതിനകത്ത് കടന്നുകൂടി. ഇത് താഴെത്തട്ടിൽ വന്നു. താഴെത്തട്ടിൽ അങ്ങനെ ഒരു ലോബി ഉണ്ടായി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ചാതുർവർണ്ണ്യം സർക്കാരിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് മന്ത്രിമാരോടൊത്ത് ഒട്ടി നിൽക്കുന്ന കള്ളന്മാരായ കുറേ IAS ഓഫീസർമാർ, IAS അല്ലെങ്കിൽ IPS എല്ലാം വരുന്ന സിവിൽ സർവീസ് ഓഫീസർമാർ, പിന്നെ വരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളും, പിന്നെ ഈ കോൺട്രാക്ടേഴ്സ്, ഇവർ വേറൊരു ലോബി. അപ്പോൾ ബ്രാഹ്മണരായിട്ട് മന്ത്രിമാരും IASകാരും കൂട്ടിക്കോ. രണ്ടാമതായിട്ട് ക്ഷത്രിയരായിട്ട് വരുന്നത് ഈ ട്രേഡ് യൂണിയൻ നേതാക്കളും മറ്റ് വിഭാഗമാണ്. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ബിസിനസ്സുകാർ, അതായത് കോൺട്രാക്ടേഴ്സ് വിഭാഗം. നാലാമത് ശൂദ്രരായിട്ട് കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അതിൽ IASും ചിലർ പെടാറുണ്ട്. അതായത് മന്ത്രിസഭയ്ക്ക് താല്പര്യമില്ലാത്ത IASകാർ ശൂദ്രനാണ്. മന്ത്രിസഭയ്ക്ക് താല്പര്യമില്ലാത്ത സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയും സെക്ഷൻ ഓഫീസറും ഒക്കെ ശൂദ്രനാണ്. അവർക്ക് വേണ്ടാത്ത ടീച്ചർമാരും സൂപ്രണ്ടുമാരും അങ്ങനെയൊക്കെയുള്ള കുറേ ജോലി നോക്കുന്നത് കളക്ടറേറ്റിലുള്ള ഡെപ്യൂട്ടി കളക്ടർമാരും ഒക്കെ ശൂദ്രന്മാരാണ്. ഇവിടെ രണ്ട് വിഭാഗമാണ് ഇവിടെ വിലസുന്നത്. ഒന്ന് മന്ത്രിമാരും അവരോടൊട്ടി നിൽക്കുന്ന അഴിമതി കാണിക്കാൻ തയ്യാറുള്ള കുറേ IAS ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ ഏത് ശരിക്കും തെറ്റിനും കൂട്ടു നിൽക്കുന്ന കുറേ IASകാർ, അവരൊരു ലോബി. രണ്ടാമത്തെ ലോബിയാണ് ഞാൻ പറഞ്ഞ ഈ ട്രേഡ് യൂണിയനുകൾ. അപ്പോൾ ഇപ്പം IASകാർക്കും IPSകാർക്കും ട്രേഡ് യൂണിയൻ അവർ കേരളത്തിൽ വേറെ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല ഇത്രയും ശക്തമായ ട്രേഡ് യൂണിയനുകൾ. അവർക്കും ട്രേഡ് യൂണിയൻ ആയി കഴിഞ്ഞു. അവർ പറയുന്നത് ഞങ്ങളുടെ അസോസിയേഷൻ എന്നാണ്, IAS അസോസിയേഷൻ, IPS അസോസിയേഷൻ. പക്ഷെ അത് ഒന്നാം തരം ട്രേഡ് യൂണിയൻ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർ കുറേ പേര് നേതാക്കൾ ഇതുപോലെ B. അശോകനെ പോലുള്ള നേതാക്കളൊക്കെ വന്നിട്ട് അവർക്ക് തോന്നുന്നത് ചെയ്യാണ്. ആര് തടുക്കും? ഇതാണ് നമ്മൾ ഏത് നിയമവും മിസ്യൂസ് ചെയ്താലുള്ള കുഴപ്പം. ഇവിടെ പുസ്തകം എഴുതുന്ന കാര്യം പറഞ്ഞു, നമ്മുടെ പ്രശാന്തിനെ പുറത്താക്കി പുസ്തകം എഴുതുന്നതിൻ്റെ എന്നൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആള് പുസ്തകം എഴുതിയില്ലേ? ആരായിരുന്നു? ശിവശങ്കർ പുസ്തകം എഴുതി. ആ പുസ്തകം മുഖ്യമന്ത്രി അത് പ്രകാശനം ചെയ്യാതിരുന്നതാണ്. പിന്നെ ജേക്കബ് തോമസ് എഴുതിയപ്പോഴാണ് പ്രശ്നം. അത് ജേക്കബ് തോമസ് എഴുതിയ പ്രശ്നമായി. പിന്നെ ശിവശങ്കർ എഴുതിയ പ്രശ്നമില്ല, പെർമിഷൻ ഇല്ലാതെ എഴുതാം. അതുപോലെ തന്നെ സർക്കാരിന് താല്പര്യമുള്ളവർ എത്രയോ മീറ്റിങ്ങുകളിൽ പബ്ലിക് അഡ്രസ്സ് ചെയ്യുന്നു, എത്രയോ പരിപാടികളിൽ TV-കാരെ വിളിച്ച് പറയുന്നു. ചില കാര്യങ്ങളൊക്കെ ഇപ്പം എന്താ നമ്മുടെ PM ശ്രീ വേണ്ടാന്ന് വെച്ചപ്പം അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും DPയും എല്ലാവരും വന്ന് അഭിപ്രായം പറഞ്ഞില്ലേ മാധ്യമങ്ങൾ മുമ്പ്? അതെങ്ങനെ ചെയ്തു? അപ്പം ഇൻഫർമേഷൻ സർക്കാർ പറയുന്നത് മാത്രമേ കൊടുക്കാവൂ എന്ന് ഒരു ചട്ടം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. IAS ഓഫീസർമാർക്ക് ഒന്നെങ്കിൽ ഒരു ചട്ടമായിരിക്കണം. അപ്പം നമുക്കിഷ്ടമുള്ളത് ആർക്ക് വേണോ എന്ത് വേണോ വളച്ചൊടിച്ചോ വളയ്ക്കാതെ ഒടിച്ചോ പറയാം. നമുക്കിഷ്ടമില്ലാത്തത് പറയാൻ പാടില്ല എന്നൊരു നിയമം കേരളത്തിലുണ്ടോ? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാവും. ഞാൻ B. അശോക് ചെയ്തത് 100% ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് സർക്കാരിനെ പൊളിറ്റിക്കലായിട്ട് വിമർശിക്കാമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. പിന്നെ അതിന് അദ്ദേഹം ചില ന്യായങ്ങൾ കണ്ടെത്തും. ഞാൻ പറഞ്ഞത് ഡാറ്റാസാണ്. ഡാറ്റാസ് എനിക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കാം. ഞാൻ പവർ കട്ടിനെ കുറിച്ച് പറഞ്ഞത് ഡാറ്റയാണ്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ അതിൻ്റെ ഒരു പെർസെൻറ്റേജും ഡാറ്റയും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡാറ്റ കൊടുക്കുന്നതിന് എന്താ കുഴപ്പം ചോദിക്കും. അശോക് KSEBയുടെ ചെയർമാനായിട്ടിരുന്ന സമയത്ത് തന്നെ യൂണിയൻകാർക്കൊക്കെ വലിയൊരു അദ്ദേഹം ഇരുന്നിടത്തെല്ലാം യൂണിയൻകാരുമായിട്ട് അതിലൊന്നും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം യൂണിയൻ അതിപ്രസരമാണ്. അതെ, യൂണിയൻ അവരുടെ അനധികൃത യാത്രയൊക്കെ ഇദ്ദേഹം തടഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ വരവേ ശരിയല്ല. ഇപ്പൊ ഈയിടെ വ്യാപാരി വ്യവസായികൾ പറഞ്ഞു ഈ CIT-കാർ വരുന്ന വരവേ ശരിയല്ല. അവർ വരുന്നതെന്ന് വെച്ചാൽ ആദ്യമേ 2 ഡാഷ് മോനെ എന്ന് വിളിച്ചോണ്ടാണ് വരുന്നത്. അത് അവർ തമ്മിലാണ് വിളിക്കുന്നത്. എങ്ങനെയെന്നറിയാമോ? അപ്പൊ ഈ മുതലാളി പേടിക്കണം, എന്നെ ഇതിന്റെ അപ്പുറം വിളിക്കുമല്ലോ എന്ന്. എവിടെ പോയി കിടന്നാ ഡാഷ് മോനെ, ഇത്ര നേരമായിട്ട് ഞാനിവിടെ വന്നിട്ട് നീ ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് മേടിക്കും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മുതലാളി പേടിച്ചു പോകും. എടാ, ഇവർ തമ്മിൽ തന്നെ സുഹൃത്തുക്കൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇവൻ്റെ തുടക്കുക എങ്ങനെ ഇരിക്കും എന്നുള്ളതാവും. ഉടനെ എന്നെ പേടിച്ച് അയാൾ ശരി നിങ്ങൾ സാധനം എടുത്തോളൂ എന്ന് പറയും. അതിൻ്റെ പൈസ ഞാൻ പറഞ്ഞാൽ അങ്ങ് തന്നേക്കാം എന്ന് പറയും. ഇതേ ശൈലിയിൽ ട്രേഡ് യൂണിയനുകൾ മാറിയിട്ടുണ്ട്. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളിൻ്റെ കസേര എടുത്ത്
പിന്നെ നമ്മൾ കണ്ടതല്ലേ, കത്തിച്ച് ദൂരെ എറിയുക. അത് കോളേജ് തലം മുതൽ ഇതാണ് പഠിപ്പിക്കുന്നത്. യൂണിയൻ വിദ്യാർത്ഥികളിൽ ഇത് പഠിപ്പിക്കുന്നു. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ സാധനം തന്നെയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതുണ്ടെങ്കിലേ ജനാധിപത്യമുള്ളൂ. ഒന്ന് സ്വാതന്ത്ര്യം വേണം, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. സമത്വം വേണം, നമ്മൾ ഉദ്യോഗസ്ഥനാണെങ്കിലും അതിൻ്റെ ഒരു പിന്നെ മനുഷ്യത്വത്തിലുള്ള ആ ഒരു സമത്വം വേണം. സാഹോദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സാഹോദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷനാണ്. റിലേഷൻ നഷ്ടപ്പെട്ടാൽ പോയി. പ്രിൻസിപ്പളും പിന്നെ സ്റ്റാഫും തമ്മിലുള്ള റിലേഷൻ വേണം, അധ്യാപകരും തമ്മിലുള്ള റിലേഷൻ വേണം, ആ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള റിലേഷൻ വേണം. ഇതിനെ പൊളിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്. അതിൽ ഇടതുപക്ഷം വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. ഇത് സമൂഹത്തിൽ മൊത്തം വന്നിരിക്കുന്നു. ഇപ്പോൾ റോഡിൽ ഇറങ്ങി വണ്ടിയും കൊണ്ട് പോവാണ്, ഒരുത്തൻ നേരെ ചങ്കിന് നേരെ വന്നാൽ എന്താ സുഹൃത്തേയും ചോദിക്കാൻ നിവൃത്തിയില്ല, എങ്കിൽ അവൻ മുട്ടൻ തെറിയാ വിളിച്ച് പറയുന്നത് ഇല്ലേ? ഇന്ന് നമ്മൾ പേടിച്ചാ പറയുന്നത്, എൻ്റെ പൊന്നു സുഹൃത്തെ ഇതെന്താ കാണിച്ചതെന്ന് ചോദിച്ചാൽ പോലും നിന്റെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവൻ്റെ മറുപടി. ഈ വിധത്തിൽ നമ്മുടെ സംസ്കാരം തകർന്നു പോയി. നമുക്ക് റോഡിൽ ഇറങ്ങി ഒരു കാര്യം പറയാൻ പറ്റില്ല, പിച്ചക്കാരനോട് ഒരു കാര്യം പറയാൻ പറ്റില്ല. എന്നാളൊരു റെസൻസേഷൻ കാര്യം പറയായിരുന്നു. 2 രൂപ കൊടുത്ത് മുഖത്തോട്ട് എറിഞ്ഞ് എന്നിട്ട് പിന്നെ പോയെന്ന്, നീ ഇതുകൊണ്ട് ചായ കുടിക്കോടാന്ന് ചോദിച്ചിട്ട് ബഹളം ഉണ്ടാക്കിയെന്ന് പറയുക, വീടിനടക്കുന്നത് കൊടുക്ക ഊരാൻ പെട്ട പാടെന്ന് പറയുക അയാൾ. കേരളത്തിനെ ഇങ്ങനെ ആക്കി മാറ്റി, ഒരു ബന്ധങ്ങളില്ലാതെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് മൂന്നുമാണ് ഇടതുപക്ഷം പറയുന്ന മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ SFI ഉൾപ്പെടെ പറയുന്ന മുദ്രാവാക്യങ്ങൾ. ഇതിലേതെങ്കിലും ഉണ്ടോ? സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടോ? എങ്കിൽ ഇപ്പം പിന്നെ നവീൻ രാജ് മരിച്ചത് ഉണ്ടാവുമായിരുന്നോ? നിതിൻ രാജ് മരിച്ചത് സിദ്ധാർത്ഥന്റെ ആവർത്തനമാണ്. സിദ്ധാർത്ഥൻ കഴിഞ്ഞ ശേഷം ഇദ്ദേഹം മരിച്ചുകൊണ്ടാണ്. ഇതുപോലെ പരിക്കേറ്റ് ഒത്തിരി എണ്ണം ഉണ്ടെന്നേ. അതിൻ്റെയൊക്കെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചത്തിട്ടില്ലാത്തതുകൊണ്ട് TV വരുന്നില്ല. ഇതാണ് കാര്യം. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യം എവിടെയാണ് ഉള്ളത്? സർക്കാർ ഓഫീസ് സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്. ആർക്കുണ്ട്? ട്രേഡ് യൂണിയൻകാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് BSO സ്വാതന്ത്ര്യം എടുത്തത്. എങ്ങനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റും? ശിവശങ്കറിന് ഒരു സ്വാതന്ത്ര്യവും, IAS-കാരനായ ശിവശങ്കറിന് ഒരു സ്വാതന്ത്ര്യവും, ഇങ്ങൾക്ക് വേറൊരു സ്വാതന്ത്ര്യമുണ്ടോ? BSOന് വേറെ സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യം ഒന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ, IAS-കാർക്കെല്ലാം ഒരേ സ്വാതന്ത്ര്യം. അത് കവിച്ചു വെച്ചതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ചങ്ങല പൊട്ടിച്ച് ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അദ്ദേഹം ചെയ്ത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. സർവീസ് ചട്ടപ്രകാരം അതിൻ്റെ കറക്റ്റ് സെൻസിലെടുത്താൽ ശരിയല്ല. പക്ഷേ അദ്ദേഹം അതിനെ വളച്ചൊടിക്കും. സർക്കാർ വളച്ചൊടിക്കില്ലേ? അപ്പം അദ്ദേഹം വളച്ചൊടിക്കും. ഞാൻ ഡാറ്റാസാണ് കൊടുത്തത്. ഇവിടുത്തെ പിന്നെ പവർ കട്ട് ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ള ഡാറ്റാസ് ഞാൻ അവിടെ ഇരുന്ന് എന്നോടൊരു മാധ്യമം ചോദിച്ചു, ഞാൻ കൊടുത്തു. ഒരു മാധ്യമത്തിനോടും അഭിമുഖം കൊടുക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തു. പെർമിഷൻ വാങ്ങിക്കണമെന്നാണ്. പക്ഷേ പലരും പെർമിഷൻ വാങ്ങിക്കാതെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനും കൊടുത്തു. PM ശ്രീ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് ചില IAS ഓഫീസർമാർ പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ഇതിനെ എതിർത്തുകൊണ്ട് വേണമെങ്കിൽ പറയാമല്ലോ. PM ശ്രീയുടെ നിലപാടിനെ പറഞ്ഞുകൊണ്ട് പറയാം. അപ്പോൾ എനിക്കും ഇതുപോലെ പറയാം. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പൊളിയാണെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ IAS-കാർ ഇവിടെ ഇരുന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഇൻഡയറക്റ്റ് കുഴപ്പമാണെന്ന് എനിക്ക് പറഞ്ഞൂടെ എന്നൊക്കെ വാദിച്ച് അദ്ദേഹത്തിന് തടിത്തപ്പാം. അത് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. ഇത് ഇദ്ദേഹം മാത്രമല്ല, ഇനി പലരും ഇത് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നുള്ള രീതി സെക്രട്ടേറിയറ്റിനകത്തുണ്ടായാൽ കേരളം നന്നാവും. പുതിയ മുഖ്യമന്ത്രിയെങ്കിലും അതിന് ശ്രമിക്കട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.